ബാബു, ഇത് ഞാനാ. രാവിലെ പറഞ്ഞില്ലേ പെട്ടെന്നൊരു അത്യാവശ്യം. സരോജത്തിന് ഡിസ്ചാർജ് ചെയ്തു. നിന്നോടായതുകൊണ്ട് തുറന്നു പറയാലോ, കയ്യിൽ 5ന്റെ കാശില്ല, വലിയ ബില്ല. നിന്റെ ഒരു സഹായം വേണം. നീ കടയിൽ പോണ വഴി ഹോസ്പിറ്റലൊന്നും ഇറങ്ങൂ. ആ ശരി ശരി, ഉപേക്ഷ വിചാരിക്കല്ലേ. ആ ശരിയപ്പോ, വലിയ ഉപകാരം. പണ്ടേ ഒരു കാര്യമില്ലെങ്കിലും എന്നെ കാണുമ്പോ കലിയ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടി നടന്ന സ്ഥിതിക്ക് ഇനി പറയും വേണ്ട. എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ, പിന്നീട് കാണാം. ആ പെണ്ണുമ്പിള്ള ചാവാത്തത് നമ്മുടെ ഭാഗ്യം. അല്ല, ഞാൻ കുറച്ചു ദിവസം നാട്ടിൽ പോയി അവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വന്നാലോ എന്നാണ് ആലോചിക്കുന്നത്. നീ എന്തു പറയുന്നു? അതായിരിക്കും ചേട്ടാ നല്ലത്. സരോജൻ ചേച്ചി വിഷം കഴിച്ചതിന്റെ കാരണക്കാര് നമ്മളാണെന്നും പറഞ്ഞ് സുദർശനൻ ചേട്ടൻ ഇവിടെ വന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കിയ തീർന്നു. ചേട്ടന്റെ സ്വഭാവത്തിന് അടി നടക്കും. അതൊക്കെ ഒഴിവാക്കാൻ ചേട്ടനൊന്ന് നാട്ടിൽ പോകുന്നത് തന്നെയാ നല്ലത്. സുദർശൻ നിന്നെ വെറുതെ പരിഹസിച്ചിട്ടങ്ങ് പോയെങ്കിൽ അതൊരു നല്ല സൂചനയായിട്ടാ എനിക്ക് തോന്നുന്നു. അവരെ ഇണങ്ങും, ഇണക്കാം നമുക്ക്. സരോജൻ നമുക്കൊരു പ്രശ്നമേ അല്ല, പക്ഷെ ആ സുദർശനാണ് പ്രശ്നം. അതുകൊണ്ട് ആദ്യം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അയാളെയാണ്. നീ ഒരു കട്ടനും കൂടി ഇങ്ങെടുത്തേ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അമ്മ എന്തായി കാണിക്കാൻ പോകുന്നേ? നീ അങ്ങോട്ട് മാറ്, എനിക്ക് ഒരു കുഴപ്പമില്ല. രാവിലെ രണ്ടാൾക്കും പോകാൻ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? സരോജം, നീ അവിടെ പോയി കിടക്ക്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കേറിയില്ലേ ഉള്ളൂ. ഞങ്ങളിന്നും പോണില്ല. നീ സ്വസ്ഥായിട്ട് കിടന്നാ മതി. വാ, വരാനാ പറഞ്ഞത്. വരാൻ. അവിടെ ഇരി. എന്തെങ്കിലും ഒന്ന് ഇപ്പൊ പറയാൻ പറ്റൂ. ഉണ്ടാക്കി കഴിഞ്ഞാലേ അത് ചോറണോ കഞ്ഞിയണോ പായസമാണോ എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റൂ. എന്താ സരോജം, ഞാൻ രാവിലെ ഒരു കോമഡി പറഞ്ഞിട്ട് നീ എന്താ ചാടി കടിക്കാൻ വരാത്തത്? ഇപ്പോഴും മനസ്സിൽ ഇന്നലത്തെ കാര്യം ഓർത്തോണ്ടിരിക്കുകയാണോ? അതെ, ഇനി ഇവളോട് സംസാരിച്ച് വഷളാക്കണില്ല. ഞാൻ പോയി രാവിലെ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരാം. നീ പോയി റെഡിയാവുന്നു. ഒപ്പുണ്ടാവും. ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ മാത്രം ഒരിടത്തും പോണ്ട. അമ്മ ഞങ്ങക്ക് വേണം, ഞങ്ങക്ക് വേണം അമ്മേ. അങ്ങനെയാണെങ്കിലേ സാർ ഇന്ന് തന്നെ സന്ധ്യക്കിങ്ങ് പോരെ. ഇവിടെ ഭക്ഷണം റെഡിയാ. ഇന്നോ? അല്ലമ്മേ, ഇന്ന്. നീ പോടി. നല്ല കാര്യങ്ങൾ നീട്ടിവെക്കാൻ പാടില്ലെന്നാ. സാറേ, സാറ് വാക്ക് തന്നതാ. ഇന്ന് സന്ധ്യ കഴിഞ്ഞ് സാറ് വരണം. വന്നേ പറ്റൂ. ഇവിടെ എല്ലാം റെഡിയായിരിക്കും. ശരി, എങ്കിൽ അതങ്ങോട്ട് ഉറപ്പിക്കാം. അപ്പോ സന്ധ്യ കഴിഞ്ഞാണ്. രാവിലെ അല്പം തിരക്കുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. രാവിലെ വീട്ടിന് നടയിൽ കൂടെ പോയപ്പോ വെറുതെ ഒന്ന് വിഷ് ചെയ്തേ ഉള്ളൂ. സാറ് സരോജത്തിന്റെ കാര്യം പറഞ്ഞു വന്നതായിരിക്കും. അതെ,
ഷീസ് നോർമൽ നോ, കുഴപ്പമൊന്നുമില്ല. പോയി കണ്ടില്ലേ? ഇല്ല സർ, ഞാനും സഹോദരിയും ഹോസ്പിറ്റലിൽ പോയി കാണാൻ ഇറങ്ങിയപ്പോഴാ അവര് ഡിസ്ചാർജ് ആയി ഇങ്ങോട്ട് വന്നത്. ഓ, ഇനിയിപ്പോ പോയി കാണണം. എന്നാ പോയി കാണൂ, കാര്യങ്ങൾ നടക്കട്ടെ. ആ ഇതെന്താ മതിയാക്കിയോ നീ? ആ മതി. അമ്മ ഞാൻ ഇറങ്ങാണേ. അയ്യോ, ഉച്ചയ്ക്കപ്പം നീ എന്ത് ചെയ്യും? ഞാനിവിടെ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതൊന്നും സാരില്ല അമ്മ, ഇത്രയും പെട്ടെന്ന് ഉപ്മാവ് ഉണ്ടാക്കി തന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. കൂടി വിളിക്കട്ടെ അമ്മ? എല്ലാരും കൂടി വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. വേണ്ട 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 വേണ്ട, ഇത് രവിവർമ്മൻ സാറിന് മാത്രായിട്ടുള്ള വിരുന്ന. ഒരൊറ്റ അക്ഷരം ആരോടും പറയരുത്. നീ മാത്രം നേരത്തെ ഇനി വരണം. ആ സമയേ, നീ വേഗം പോവാൻ നോക്ക്. നല്ല കഥയായി. ഈ വിരുന്നെന്നും പറഞ്ഞ് ഞാൻ ആ മനുഷ്യനെ വിളിച്ചു വരുത്തുന്നത് തന്നെ ദീപുവായിട്ടുള്ള നിന്റെ കല്യാണക്കാര്യം പറഞ്ഞു ഉറപ്പിക്കാനാ. അതിന്റെ ഇടയിൽ അവളുടെ ഉമയും ജ്യോതിയും. അല്ല പിന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ ഉള്ളൂ, എന്നിട്ട് നീ ഇങ്ങനെ ഓഫീസിൽ പോയാ? സത്യം പറഞ്ഞ കോളേജിൽ പോകും മുമ്പ് നിന്റെ അമ്മയൊന്ന് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ അത് നീ അറിഞ്ഞില്ലല്ലോ. രാവിലെ അമ്മയെ കാണാൻ ഒരു VIP ഇവിടെ വന്നിരുന്നു, സാക്ഷാൽ രവിചന്ദ്രവർമ്മൻ സർ. ആണോ? സത്യം? സത്യം. സാർ എന്നെ അത് രാവിലെ വിളിച്ചിരുന്നു, അപ്പോഴാ കാര്യം അറിഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല വീട്ടിൽ കയറി വരുന്നു. അത് കള്ളം. വിചാരിച്ചില്ലെങ്കിലും ആഗ്രഹിച്ചു. അദ്ദേഹം അത് നടത്തുകയും ചെയ്തു. നിന്റെ കഥയുടെ പോക്ക് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നീ പോടി അവിടുന്ന്. ഒന്നുമില്ല. നിൽക്കവിടെ. എന്താണ് വന്നാലുടനെ എന്നെ വന്ന് കാണാൻ പറഞ്ഞിട്ട് ഇത്ര വലിയ ബുദ്ധിമുട്ട്? മാഡം അത് ഞാൻ വിശദീകരിച്ച് ന്യായം പറയാൻ നിൽക്കണ്ട, നടക്ക്. എന്താ സംശയിച്ചു നിൽക്കുന്നേ? നിന്റെ ക്യാബിനിലേക്ക് തന്നെ നടക്കാൻ. ഇരിക്കാൻ. പത്മിനി പറഞ്ഞ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു. ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് ആഹാരം കൊണ്ടു തരുമായിരുന്നല്ലോ. ഇങ്ങനെ ഹോട്ടലിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ശ്രീലക്ഷ്മിയുടെ അമ്മയ്ക്കൊരു പ്രശ്നം വന്ന അതിവിടെ പത്മിനിക്ക് വരുന്നത് പോലെ. 3 വലത്ത് ചുറ്റി മൂക്കി തൊടണ്ട. ത്രിവിക്രമൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാ നേരിട്ട് പറയാം. അത് സുദർശനം ചേട്ടാ, സരോജൻ ചേച്ചി തന്ന പ്രമാണം ഞങ്ങൾ ഭദ്രമായി ഞങ്ങളുടെ കൊച്ചലമാരയില് സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ആ വിവരദോഷി ദീപ് ചെക്കന അതെടുത്ത് മാറ്റിവെച്ചത്.